അടുത്തിടെ ഒരു റീല് ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. മലപ്പുറത്തേക്ക് ബസ്സിന് പോകാൻ അങ്കമാലിക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. തീപ്പെട്ടിക്കൊള്ളി ഉരച്ചാൽ മെഴുകുതിരി കത്തിക്കാം, എന്നാൽ മെഴുകുതിരി ഉരച്ചാൽ തീപ്പെട്ടി കത്തില്ല. ആ റീലില് സന്തോഷ് പണ്ഡിറ്റിന്റെ വേഷമൊക്കെ ഇട്ട് സന്തോഷ് പണ്ഡിറ്റിന്റെ ഡയലോഗ് ഒക്കെ ചെയ്തിട്ട് ഒരച്ഛനായിരുന്നു. പക്ഷെ ഞാൻ അന്വേഷിച്ച് വന്നപ്പോഴാണ് അദ്ദേഹം ഒരു അഭയമന്ദിരത്തിലെ അന്തേവാസിയാണ്. ആ അഭയമന്ദിരത്തിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇതാണ് ആ സ്ഥലം. സ്നേഹക്കൂട് എന്നാണ് പേര്. അച്ഛൻ ഇവിടെ ഉണ്ട്. അച്ഛനെ പരിചയപ്പെടാം. അച്ഛൻ ഭയങ്കര നാച്ചുറലായിട്ടാണ് അഭിനയിച്ചത്. അച്ഛൻ മാത്രമല്ല, നിരവധി ആളുകൾ ഇവിടെ നിന്ന് ഇങ്ങനെ സ്ഥിരം റീൽസ് ഇടാറുണ്ട്. ഇനിയെങ്കിലും അവന്ന് അവസാനിപ്പിച്ചൂടെ? പഴയതൊക്കെ മറന്നൂടെ? മറക്കണം, പഴയതൊക്കെ ഞാൻ മറക്കണം. എന്തൊക്കെയാണോ ഞാൻ മറക്കേണ്ടത്? പറയുന്നു, എന്തൊക്കെയാ മറക്കേണ്ടത്? എന്റെ ലക്ഷ്മി, ഈ വീടിന്റെ മഹാലക്ഷ്മി എന്റെ കൺമുമ്പിലാ വെട്ടുകൊണ്ട് വീണത്. ഈ കൈകളിൽ കിടന്ന് അവസാനം അവൾ പെട്ടഞ്ഞ് മരിച്ചത്. അത് ഞാൻ മറക്കണോ? ഇതാണ് ഞാൻ പറഞ്ഞ ആള്, രഘു. ഹായ്. സന്തോഷ് പണ്ഡിന്റെ വീഡിയോ കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നേ. പഴത്തിൽ തൊലി ഉണ്ടെന്ന് കരുതി പഴം പൊരിക്കൽ തൊലി ഉണ്ടെന്ന് തെറ്റിദ്ധരിക്കരുത്. എങ്ങനെയാണ് ഈ നിങ്ങൾ ഈ സമയത്ത് ഈ അഭയമന്ദിരത്തിൽ സമയം കിട്ടുമ്പോ ചെയ്യുന്നതാണോ? ടൈം പാസ് ആണ് അല്ലേ? ഇൻട്രസ്റ്റ് ആണ്. അതെവിടെ വെച്ചിട്ടാ ഷൂട്ട് ചെയ്തത്? ഏത് വീഡിയോ? സന്തോഷ് പണ്ഡിറ്റിന്റെ ആയിട്ട് ചെയ്തില്ലേ? ഇവിടെ തന്നെ. ഓ, ഇവിടെ തന്നെ സ്ഥലമുണ്ട്. ഞങ്ങളുടെ ലൊക്കേഷൻ ഇതെല്ലാം ചുറ്റുവട്ടം കാണുന്നത്. അച്ഛന്റെ പേര് രഘു. സ്ഥലം കൊല്ലം ജില്ലയാണ്. പക്ഷെ ഞാൻ കോട്ടയത്ത് തന്നെ 10-26 വർഷമായി. ഇവിടെ വന്നിട്ടോ? ഇവിടെ വന്നിട്ട് ഇപ്പം കുറച്ച് കാലമായിട്ടുള്ളൂ. സ്നേഹക്കൂട് എന്ന് പറയുന്നത് കുറെ അധികം പ്രായമായിട്ടുള്ള ആളുകളെ സ്വന്തം എന്താ പറയുക, അച്ഛനമ്മമാരെ പോലെ നോക്കുന്ന ഒരു സ്ഥലമാണ്. എന്താ പറയുക, ഭയങ്കര രസമാണ് ഇവിടെ വന്നപ്പോൾ. ഞാൻ വന്നപ്പോൾ ഇവരെല്ലാം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഓരോ ദിവസവും ഇവർക്ക് ഫുഡ് സ്പോൺസർ ചെയ്യുന്നവരുണ്ട്, അല്ലാണ്ടുണ്ട്. അതായത് അവരുടെ വിവാഹ വാർഷികം, അവരുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഈ അച്ഛനും അമ്മയ്ക്കൊപ്പം ഇരുന്ന് കഴിക്കാൻ വരുന്ന ഒരുപാട് പേരുണ്ട്. ഇവിടുത്തെ നടത്തിപ്പ് അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ ഓണർ എന്ന് പറയുന്നത് നിഷ എന്ന് പറഞ്ഞ ചേച്ചിയാണ്. ആദ്യം ഞാൻ കൈപ്പാങ്കുറ്റി ബസ്സിൽ കയറി 7 രൂപ 50 പൈസ ടിക്കറ്റ് എടുക്കും. എന്നിട്ട് ബാക്കി വാങ്ങും. എന്നിട്ട് ഞാൻ കൈപ്പാങ്കുറ്റി സ്റ്റോപ്പിൽ ഇറങ്ങി മൈക്കിൾ മാഷിന്റെ വീട് ഏതാന്ന് ചോദിക്കും. ബാക്കി ഞാൻ അതെന്താ, അതൊക്കെ ഞാൻ കള്ളാസിൽ എഴുതി പോക്കറ്റിൽ വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ നിഷ ചേച്ചി. സ്നേഹക്കൂട് എന്നാണ് പേര്. ആ സ്നേഹം അങ്ങനെ ഉണ്ട് കേട്ടോ ചേച്ചിയുടെ മുഖത്ത്. ചേച്ചിനെ ഞാൻ ചേച്ചിനെ കുറെ നാളായി ഫോളോ ചെയ്യുന്ന ഒരാളാണ്. നിഷ ചേച്ചി, ഇതിനെ കുറിച്ച് ഒന്ന് പറയുമോ? ഇത് സ്നേഹക്കൂട് എന്നുള്ളത് ഞങ്ങളുടെ ഒരു കുടുംബമാണ്. ശരിക്കും കുറേ അച്ഛനമ്മമാരുള്ള വലിയൊരു കുടുംബമാണിത്. ഇവിടെ ഒരു വൈകുന്നേരം നേരം പോക്കുകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ തുടങ്ങിയ ഒരു റീൽസാണ്. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലായി. സ്നേഹക്കൂടിലെ അച്ഛനമ്മമാരൊക്കെ ഇന്ന് നല്ല വൈറലായിക്കൊണ്ടിരിക്കുക. അത് ശരിക്കും സെലിബ്രിറ്റികളാണ്. തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ കുറേ യൂട്യൂബേഴ്സ് എല്ലാം ഇപ്പോൾ അവരെ വന്ന് ഇന്റർവ്യൂ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം നേരത്തെയൊക്കെ എന്നെ തേടി ആളുകൾ വരുമായിരുന്നെങ്കിൽ ഇപ്പം ഇവിടുത്തെ 500 അങ്ങനെ ഓരോരോ കഥാപാത്രങ്ങളുടെ പേര് പറഞ്ഞിട്ടാണ് എല്ലാവരും ഇവിടേക്ക് എത്തുന്നത്. എങ്ങോട്ട് പോകുന്നു? എങ്ങോട്ടും പോകുന്നില്ല, ഇങ്ങോട്ട് തന്നെ വന്ന്. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? അപ്പഴിനെ കാണാൻ. എന്തിനാ എന്നെ കാണുന്നത്? അതപ്പഴിനെ അറിയത്തില്ലേ? എന്നിട്ടാണോ സുമതി കുഞ്ഞമ്മയുടെ മോൻ അശോക മേനവന് മാറ്റി നിനക്കൊരു ഇത്? കബഡി മത്സരത്തിൽ അവൻ എങ്ങനെയോ ജയിച്ചെന്ന് കണ്ടപ്പോ നീ ഇവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളുന്നുണ്ടല്ലോ. ജയിക്കുന്നവരാരായാലും ഒരു അഭിനന്ദിക്കുന്നതിൽ എന്താ തെറ്റ്? അന്യനൊന്നും അല്ലല്ലോ. അതും എന്റെ അമ്മായിയുടെ മോൻ തന്നെയല്ലേ. അത്രയ്ക്കും ഇഷ്ടമാണെങ്കിൽ നിനക്ക് അവനെ തന്നെ കെട്ടിയാ പോരെ? ഇഷ്ടമുള്ളവരൊക്കെ എല്ലാരും കെട്ടല്ലേ. അശോകന്റെ തോറ്റ മോത്തിന്റെ ശൈലി നീ കണ്ടിട്ടുണ്ടോ? അതിന് അപ്പേട്ടന്റെ അവസരം തരുന്നില്ലല്ലോ. എന്നാ കാവിലെ പാട്ട് മത്സരത്തിന് നീ വാ, അവന്റെ തോറ്റ മോന്തയുടെ ക്ലോസപ്പ് കാണാം. ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരെ? ഇനി വീരവാദം വേണോ? ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരേന്ന്. നീ അവനെ അങ്ങനെ മോശക്കാരനാക്കാൻ പറ്റും വേണ്ട. മനസ്സിലെത്തി പാടാമെങ്കിൽ പുഷ്പം പോലെ ജയിക്കാവുന്നതേ ഉള്ളൂ, അല്ലേ മോനെ? അപ്പോട്ടിനോട് സ്നേഹം ഉള്ളോണ്ട് പറയാ, കാവിലെ മത്സരത്തിലെങ്കിലും അശോകേട്ടനെ തോപ്പിച്ചോണം. അതിലും തോറ്റിട്ട് അടുത്ത മത്സരത്തിൽ എടുത്തോളാന്ന് പറയാൻ ഈ വർഷം വേറെ മത്സരങ്ങളൊന്നും ഇല്ല. അടുത്ത വർഷം ഉണ്ടല്ലോ. ഈ വർഷത്തോടെ മത്സരങ്ങളൊക്കെ നിർത്തണമെന്നാ കരക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. എന്റെ ദൈവങ്ങളെ, ശശി കലിംഗയായിട്ട് അഭിനയിച്ചിട്ടുണ്ടല്ലേ? അതെങ്ങനെയുണ്ടായിരുന്നു? ചുമ്മാ ഇവിടെ ഇരുന്ന് സമയം പോകുമ്പോ അങ്ങോട്ട് ചെയ്യാൻ എളുപ്പമുണ്ടായിരുന്നു. പിന്നെ ഫിഗറും ഉണ്ടല്ലോ അല്ലേ? നമുക്കൊരു രോഗിയായിട്ട് ആശുപത്രി കിടക്കുന്ന പൃഥ്വിരാജിന്റെ അച്ഛൻ. ഈ ഷർട്ടോ
നിന്നോട് ഞാൻ ആ പച്ച കോളറിന് ചുവന്ന മുത്ത് പിടിപ്പിച്ച പാർട്ടി വെയർ എടുക്കാനിടെ പറഞ്ഞത്. ഡയലോഗ് കാണാതെ പഠിച്ചിട്ടാണ് ഇതൊക്കെ പറയുന്നത്. അത് അന്നേരം പറഞ്ഞു തരും ഓരോ ഷോട്ടിനും പറഞ്ഞു തരണം. അതല്ലേ 2-3 പ്രാവശ്യം ടേക്ക് ആയിട്ട് ഓക്കെ ആകും. ആ അല്ല പിന്നെ കേട്ടില്ലേ, 2-3 പ്രാവശ്യം ഞങ്ങൾ ടേക്ക് എടുക്കുക, അതിനുശേഷം ഞങ്ങൾ ഓക്കെ. എന്താ ചേട്ടന്റെ പേര്? അനിൽകുമാർ. ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? 1.25 വർഷമായി. ഒക്കെ എല്ലാവരും അഭിനയമോഹമാണോ? ചുമ്മാ ഈ ഫോൺ കിട്ടുന്ന സമയം ഉപയോഗിക്കുന്നതാണോ അതോ അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണോ? സമയം ഉപയോഗിക്കുന്നതാണ്. അന്ന് ഇവിടെ മൂപ്പ് ഭരിച്ചിരുന്ന പ്രതാപശാലിയായ ഒരു കാർന്നവരുണ്ടായിരുന്നു. ആ കാർന്നവര് തഞ്ചാവൂരിൽ നിന്നങ്ങാണ്ട് ഒരു നൃത്തക്കാരിയെ മേഡമെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. നാഗവല്ലി എന്നായിരുന്നു ആ തമിഴത്തിയുടെ പേര്. തമിഴത്തി വേറൊരാളുമായിട്ട് സ്നേഹത്തിലായിരുന്നു. രാമനാഥന്റെ പേരുള്ള ഒരു നൃത്തക്കാരനുമായിട്ട്. എന്തായാലും ഒരിക്കലും നാഗവല്ലിയെ തിരക്കി നമ്മുടെ തെക്കിനിയുടെ തൊട്ടപ്പുറത്തുള്ള വീടാ പടിപ്പുരയ്ക്കല്. എന്തിനു പറയുന്നു, കാർന്നവരെ എങ്ങനെയോ ഈ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞു. നാഗവല്ലിയുടെ പ്രേതാത്മാവ് ഒരു രക്തയക്ഷിയായിട്ട് മാറി കാർന്നവരെ കുത്തി കൊലപ്പെടുത്താൻ വേണ്ടി അരക്കകത്ത് വരെ കയറി ചെന്നാ പറയുന്നേ. കാർന്നവരെന്തൊക്കെയോ ഭയങ്കര മന്ത്രമൊക്കെ ചൊല്ലി ഒടുവിൽ രക്ഷപ്പെട്ടു. അതിൽ പിന്നെ നാഗവല്ലിയുടെ പ്രേതാത്മാവ് തീരാപ്പകയോടെ ഈ തറവാട്ടിലൊക്കെ അലഞ്ഞടക്കാൻ തുടങ്ങി. ചേട്ടൻ എന്താ ചെയ്തേക്കുന്നേ? ലാലേട്ടനെ മമ്മൂട്ടിയുടെ ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ. കേട്ടല്ലോ. പരട്ട കിളവി ചൊറിനായെ മുതുമുതുക്കി ചിരിക്കുന്നോ കിളവി എടാന്നോ ജപിക്കാ തന്നെ വാടി കൃമി അടിക്കുന്നു. എങ്ങനെ ഉണ്ടോ എന്റെ പിരി? ചെയ്ത് കഴിഞ്ഞിട്ടേ ഇത് കാണുമ്പോ എങ്ങനെയാ? സന്തോഷാണോ? അയ്യോ കുറച്ചുകൂടെ നന്നാക്കാന്നായിരുന്നു, എങ്ങനെയാ? അല്ല ഞാൻ ചുമ്മാ ചോദിച്ചു. നമ്മള് ചെയ്യുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷാണ്, പക്ഷെ കണ്ടു കഴിയുമ്പോ അയ്യോ എവിടെയോ കുറച്ചുകൂടെ ഒക്കെ അല്ലേ, അങ്ങനെ ഫീൽ ചെയ്യാറില്ലേ? പക്ഷെ നെക്സ്റ്റ് ടൈം നമുക്ക് അടിച്ചൊള്ളിട്ട് പിടിക്കണേ. ചേട്ടൻ ചെയ്യാറുണ്ടോ? എന്തൊക്കെയാ ചെയ്യുന്നേ? ആ സൗണ്ട് ചെയ്യാറ് അറിയാന്നല്ലോ ഒന്ന് പറഞ്ഞേ. നിന്റെ അച്ഛനാണോ പറയുന്നത്? അതാണ്, നിന്റെ അച്ഛനാണോ പറയുന്നത് കത്തി താഴെ. അതുകൊണ്ട് എന്നോടും പറഞ്ഞ് അത്, അതായത് നീ ഇത് താഴെ വെച്ചോ എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത് അല്ലേ ഏട്ടാ? എന്നോട് അതല്ലേ പറഞ്ഞേക്കുന്നേ. അയ്യോ അച്ഛൻ ചെയ്യാറുണ്ടോ? എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. കഷ്ടായി. എവിടെ വെച്ചാണെന്ന് മറന്നിരിക്കണോ? എത്ര ആയിട്ടും അങ്ങോട്ട് കിട്ടണില്ല. തിരുമേനി മറന്നു, നമ്മൾ തമ്മിൽ അമേരിക്കയിൽ. ഹൈ സണ്ണി, അമ്പട കേമാ സണ്ണി കുട്ട, നീ എന്നെ പറ്റിച്ചുട്ടോ. ഹൈ എന്താ കഥ? നിന്നെ ഞാൻ മറക്ക്. ഇവിടെ വെച്ച് കാണുന്ന സ്വപ്നേവി നിരീക്ഷില്ല. ആശ്ചര്യം എന്ന് പറഞ്ഞാ മതി. പങ്കൻ തടിച്ചുട്ടോ. അച്ഛൻ ചെയ്യാറുണ്ടോ? ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ എണീറ്റിട്ടുണ്ട്, ഒപ്പന കളിച്ചിട്ടുണ്ട്. ഒപ്പനയൊക്കെ കളിക്കും? ഒപ്പന കളിച്ചിട്ടുണ്ട്. പിന്നെ ഈ സിനിമ, പിന്നെ മരിച്ചു പോയ പോലെ കിടക്കുന്ന പടങ്ങളൊക്കെ ഞാൻ എടുക്കുന്നു. ആണല്ലേ? നിങ്ങളുടെ ഇവിടുത്തെ സമയം പോകാനുള്ള എല്ലാ ഇതും നിങ്ങൾ തന്നെ, എന്റർടൈൻമെന്റ് ഒക്കെ നിങ്ങൾ തന്നെയാ ചെയ്യുന്നത്. അച്ഛനോ? ചെയ്യാറുണ്ട്. ആണല്ലേ? നല്ല ചിരി. ഇപ്പൊ താക്കോൽ അവിടെ ഉണ്ട്. മരുന്ന് അവിടെ വെച്ചേക്ക്, അവിടെ വെക്കട്ടെ, അവിടെ വെക്കട്ടെ, അവിടെ വെച്ചേക്ക്, അവിടെ വെച്ച്. അപ്പൊ അതെടുത്ത് എവിടെയെങ്കിലും ഒളിച്ചു വെക്കണ്ടേ? വെക്കണം. അതവിടെ നിന്ന് എടുക്കുമ്പോ നിന്റെ കയ്യിലുണ്ടാവും. ആ അത് നിന്റെ കയ്യിലുണ്ടെന്ന് മറ്റാരും അറിയരുതെന്നാ അച്ചായൻ പറഞ്ഞത്. ഒളിച്ചു വച്ചാ പിന്നെ എന്റെ കയ്യിലല്ലോ. ഞാൻ നാടകത്തിന് എല്ലാം ചെയ്യാറുണ്ട്. എല്ലാം ചെയ്യാറുണ്ട്. എല്ലാം ചെയ്യാറുണ്ട്. ഓക്കെ. പോണമെന്നുള്ള ഉദ്ദേശത്തില്ല ഇതെല്ലാം ഞാൻ ചെയ്തു. എന്തിനാടോ നായരെ വെറുതെ എന്റെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ കൂട്ടുന്നേ? ഇത് ഓടുന്ന വണ്ടിയായിരുന്നെങ്കിൽ. ഓടുന്ന വണ്ടിയിൽ ശരിയാവാത്തോണ്ടല്ലേ തന്നെ ഈ പെട്ടിലേക്ക് പിന്നെയും കെട്ടിയെടുത്തത്. അത് തനിക്ക് ഇങ്ങനെ കിടന്നു പോണ പെട്ടി വേണോ? നിങ്ങൾക്ക് എല്ലാം അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണോ ചെയ്യുന്നത്? അതെ അതെ അതെ. ആ അപ്പൊ എവിടെയെങ്കിലും ഇനി നിങ്ങൾ, എന്നാ നിങ്ങൾ ഇത്രയും പേരില്ല, ഒരു ട്രൂപ്പൊക്കെ തുടങ്ങിക്കൂടും. ഇവിടുത്തെ അമ്മച്ചിമാരും ഒക്കെ അഭിനയിക്കാറില്ലേ? നിങ്ങളൊക്കെ പേരന്റ് യോറ്റൊക്കെ ചെയ്യാറുണ്ടാ?
ശ്രീനിവാസന്റെ ആണോ? ഡയലോഗ് ഒക്കെ പറയാൻ അറിയാമോ? പറഞ്ഞുതരും. ആ, എന്നിട്ട് എല്ലാം കാണാൻ പഠിക്കും. ചേച്ചി ഏതായാലും ഇവിടെ വന്നതിലും എനിക്ക് ഇവരെല്ലാം പരിചയപ്പെടാൻ പറ്റിയതിലും ഭയങ്കര സന്തോഷം. താങ്ക് യു ചേച്ചി. എനിക്ക് മൊത്തം സന്തോഷം. ശരി. എന്താ ഇത്ര ലേറ്റ് ആയത്? നായികയെ കണ്ടുപിടിക്കാൻ വേണ്ടി പിന്നെ അലയായിരുന്നു. എന്നിട്ട് എവിടെ കിട്ടിയില്ലേ? കിട്ടി, പുറത്ത് നിർത്തിയിരിക്ക. സാറന്മാരോട് ചോദിച്ചിട്ട് അകത്തേക്ക് വിളിക്കാം. വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ നായികയെ കണ്ടെത്തിയത്. വിളിക്കട്ടെ? വിളിക്കാൻ പറയട്ടെ ഡയറക്ടർ സാർ? യെസ്. കുട്ടി വരൂ. ഒരു തളയെ മേക്കപ്പ് ഇടിച്ചു കൊണ്ടുവന്ന് പറ്റിക്കാൻ നോക്കുന്നോ? ഒരുപാട് ശ്രമിച്ചു നോക്കി, കിട്ടിയില്ല. തൽക്കാലം ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ അത്ര മോശമൊന്നും അല്ലല്ലോ. അല്ല, പക്ഷെ നായികയാക്കാൻ പറ്റില്ല. അമ്മായിയമ്മയുടെ റോൾ കൊടുക്കാം. അമ്മായിമയായിട്ട് അഭിനയിക്കുന്നതിന്റെ അമ്മായിമനെ പോയിട്ട് വിളിച്ചിട്ട് വാടാ. എന്നെ നായിയാക്കാന്ന് പറഞ്ഞിട്ടാ വിളിച്ചോണ്ട് വന്നിരിക്കുന്നത്.